വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആണ്. പക്ഷേ ചിന്താ ലെവലിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളാണ്. പണ്ടേ കേട്ടിട്ടുണ്ട്. അപ്പോ ആളെ കണ്ടിട്ടില്ല, വെറും ഫാദർ സിറ്റി എന്ന പേര് മാത്രമേ അറിയുള്ളൂ. പിൽക്കാലത്ത് അച്ഛന് പെരുന്താനം സ്കൂളിൽ വന്നു. അവിടെ നിന്ന് നമ്മുടെ സ്കൂളിൽ വന്ന കാലം മുതൽ ഇത്രയും കാലം 1.5 വർഷത്തോളമായി. 2 വർഷം തീരാൻ പോകുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എന്റെ 42 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഈ എന്റെ കാലഘട്ടത്തിലേക്ക് എന്റെ ഈ ജീവിതകാലത്തിലേക്ക് ഓർമ്മയിൽ ഞാൻ കണ്ട വൈദികരിൽ വളരെ വ്യത്യസ്തനായ ഒരു വൈദികനാണ് വളർന്നത്. ഞാൻ മുമ്പേ ഉപയോഗിച്ച വാക്ക് ആവർത്തിക്കുവാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ, പക്ഷെ ഉയർന്ന ചിന്താഗതി. അത് അച്ഛൻ്റെ പ്രത്യേകത. 8 സ്വീകാരമുണ്ടല്ലോ അല്ലേ? അച്ഛൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, അച്ഛൻ നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അറിയാം, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. ആരുടെടുത്തും അങ്ങനെ കയറ്റി സംസാരിക്കുന്നു. അതൊക്കെ നമുക്ക് അനുകരിക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വം. അപ്പോ ഇന്ന് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേയിൽ അച്ഛൻ സോഷ്യൽ സയൻസ് അധ്യാപനം. അച്ഛൻ്റെ പ്രത്യേകത, ഏതെങ്കിലും മേഖലയിൽ താല്പര്യം തോന്നുകയും ആ മേഖലയെ ആഴത്തിൽ പഠിക്കുകയും സ്വയം ചിന്തിച്ച് പുതിയ ചിന്താ ലെവൽസ് അച്ചീവ് ചെയ്യുന്ന. ഇന്നത്തെ റിപ്പബ്ലിക് ഡേയിൽ നമുക്ക് ഏതാനും സമയം അച്ഛൻ്റെ ചിന്തകൾ പങ്കുവെക്കാനായിട്ട് അച്ഛനെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതൊന്നുമല്ലേ, അച്ഛൻ ഇത് വരുമെന്നുള്ള അറിയില്ല. കാരണം ഇന്നലെ അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ.